നമ്മൾ ഈ സെറിബെല്ലത്തിന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സും അതിന്റെ ഡിവിഷൻസ് അതേപോലെ അതിന്റെ ലോബ്സ് ഏതൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളൊരിതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഏതാണ് ഇവിടെ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നുണ്ട് ലൊക്കേഷൻ സ്ട്രക്ചർ, പ്രൈമറി റോൾ, എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അനാട്ടമിക്കൽ ഫിക്ചേഴ്സ്, മോട്ടോർ ഫങ്ഷൻസ് എന്തൊക്കെ ചെയ്യുന്നു. ലോബ്സ്, ആന്റീരിയർ ലോബ്, ടോൺ ഓർ പോസ്ചർ, പോസ്റ്റീരിയർ ഫൈൻ മൂവ്മെന്റ്സ്, ദെൻ ഫ്ലോക്കോലോണ്ടുലാർ എന്താണ് എക്വിലിബ്രിയം സോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. മോട്ടോർ ഫങ്ഷൻസ് എന്താ, കോർഡിനേഷൻ ഓഫ് ടൈമിംഗ് ഫോഴ്സ്, എറർ ഡിറ്റക്ഷൻ വിയ സെൻസറി മോട്ടോർ ലൂപ്സ്. ദെൻ പ്രൈമറി റോൾ structural organization, for input integration, balance, precision learning, adapting perturbations. Then examples, deep nuclei, fast cycle axial dendrite planning, relay outputs, gate regulation, vermis-killed limb control, intermediate. സോ അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The cerebellum consists of two hemisphere which are connected. The vermis ആയിട്ട് കണക്ട് ചെയ്തിട്ട് മേജർ ആയിട്ട് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആണ് അവിടെ മേജർ ആയിട്ട് വരുന്നത്. A narrow midline area. Like other structures, the central nervous system, the cerebellum consists of gray matter and white matter. Gray matterും white matterും അവിടെ cerebellum കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്തൊക്കെയാന്നുള്ളത് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്റർ ഒക്കെ നമ്മൾ ഇതിന്റെ ഇനീഷ്യൽ കാര്യം മുതൽ നമ്മൾ പഠിക്കുന്ന സംഭവം. ഗ്രേ മാറ്റർ located on the surface of the cerebellum, it is tightly folded forming the cerebellar cortex. ഏതാ നമ്മളൊരു സർഫസിൽ സെറിബെല്ലത്തിന്റെ സർഫസിലായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ എന്താ ടൈറ്റ്ലി ഫോൾഡഡ് ആണ്, ടൈറ്റ്ലി മടങ്ങിയിട്ടുള്ള ഒരു ഏരിയ, ഫോൾഡഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് എന്ത് ഇവര് സെറിബെല്ലം എന്ന് പറയുന്നത്. ദെൻ എന്താണ് നമ്മളെ സെറിബെല്ലാർ കോർട്ടെക്സിലാണ് എന്ത് ഈ ഒരു കാര്യം ഫോം ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. സോ എന്താണ് ഗ്രേ മാറ്റർ എന്താണെന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ കറന്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ മീൻസ് ഏതായിരുന്നു ലൊക്കേറ്റഡ് അണ്ടർനീത്ത് ദ സെറിബെല്ലാർ കോർട്ടെക്സ്, embedded in the white matter or the four cerebellar nuclei, the dendrite, എംബോളിംഫോം, ഗോൾബോസോ ആൻഡ് ഫാറ്റിഗ് ന്യൂക്ലിയ. ഏതാ വൈറ്റ് മാറ്റർ നമ്മളെ സെറിബെല്ലാർ കോർട്ടെക്സിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ നമ്മളൊരു വൈറ്റ് മാറ്ററും സെറിബെല്ലാർ ന്യൂക്ലിയും കാര്യങ്ങളൊക്കെ അവിടെ മേജർ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ അതിൽ പറഞ്ഞു മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ നോക്കുന്നുണ്ട്. ദർ ആർ 3 ways that cerebellum can be subdivision into anatomical lobes, zones and functional division. ഫങ്ഷണൽ ഡിവിഷൻസും അനാട്ടമിക്കൽ ലോബ്സും ആയിട്ട് മേജർ ആയിട്ട് മൂന്നെണ്ണായിട്ട് അവിടെ സബ് ഡിവിഷൻസ് ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനാട്ടമിക്കൽ ലോബ്സ്. ദർ ആർ 3 anatomical lobes that can be distinguished in the cerebellum. 3 ലോബ്സ് ആണ് അവിടെ എന്ത് സെറിബെല്ലത്തിന്റെ മേജർ ആയിട്ടുള്ള അനാട്ടമിക്കൽ ലോബ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അനാട്ടമിയിൽ വരുന്ന ലോബ്സ്. ദ ആന്റീരിയർ ലോബ്, ദ പോസ്റ്റീരിയർ ലോബ് ആൻഡ് ഇൻ ദ ഫുക്കോലോണോഡുലാർ ലോബ്. നമ്മളേതാ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ, ലോണോഡുലാർ ലോബ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, APF അല്ലെങ്കിൽ AFP അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. These lobes are divided into two fissures, the primary fissure and posterior lateral fissure. രണ്ടെണ്ണായിട്ട് പറയുന്നുണ്ട്, പോസ്റ്റീരിയർ ലാറ്ററൽ ഫിഷർ എന്നും ദെൻ പ്രൈമറി ഫിഷർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഏരിയ ആക്കിയിട്ടാണ് പറയുന്നത്. അതിൽ പ്രൈമറി ഫിഷർ ആണ് ഈ യെല്ലോ കാണുന്ന എന്ത് ആന്റീരിയർ ലോബും കാര്യങ്ങളൊക്കെ. ദെൻ പോസ്റ്റീരിയർ ഫിഷർ ലോബാണ് ഏത് ഫിഷറിൽ വരുന്നതാണ് നമ്മൾ ഈ പോസ്റ്റീരിയർ ലോബും പിന്നെ ഫ്ലോക്കുലോണ്ടുലാർ ലോബും ആയിട്ട് വരുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ആയിട്ട് വരുന്നത് പോസ്റ്റീരിയർ ആയിട്ട് വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇതിൽ മേജർ ആയിട്ട് നോക്കാൻ പോകുന്നത്. ദ സെറിബെല്ലം ഓഫൺ കോൾഡ് ദ ലിറ്റിൽ ബ്രെയിൻ. എല്ലാറ്റിലും പറയുന്ന പോലെ തന്നെ ലിറ്റിൽ ബ്രെയിൻ ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്. When it only accounts for about 10% of brain's weight, it contains more than half of its neurons. ഏതാ ഒരു 10%
ആണ് ബ്രെയിനിന്റെ ഒക്കെ ഒരു എന്ത് ബ്രെയിൻവേറ്റിന്റെ ഒരു 10% ഒക്കെ വരുന്നുള്ളൂ. സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയും പോലെ ഏതാ ഒരുപാട് ന്യൂറോൺസും കാര്യങ്ങളും അവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫങ്ഷൻസും അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ആന്റീരിയർ ലോബ്, അതിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് ഏരിയ നമ്മൾ പറഞ്ഞു, പ്രൈമറി ഫിഷറും പോസ്റ്റീരിയർ ഫിഷറും. ലോബ്സ് ഏതൊക്കെയാന്നുള്ള പറഞ്ഞു, APF ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്, ദെൻ ഫ്ലോക്കോലോണ്ടുലാർ ഫ്ലോക്കോലോണോഡുലാർ ലോബ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആന്റീരിയർ ലോബ് ലൊക്കേറ്റഡ് സുപ്പീരിയർ ഓഫ് ദ പ്രൈമറി ഫിഷർ, ഏതാ നമ്മളുടെ പ്രൈമറി ഫിഷറിലാണ് ആന്റീരിയർ ലോബ് വരുന്നത്. നമ്മൾ നേരത്തെ അവിടെ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ദ ലോബ് ഈസ് മെയിൻറ്റെയിൻ സ്ക്രൂ ഫോർ യുവർ ബോഡീസ് ഫിസിക്കൽ സ്റ്റേറ്റ്. നമ്മളൊരു ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബോഡിയുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിന്റെ മേജർ ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ സ്ക്രൂ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ആന്റീരിയർ ലോബ് മേജർ ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ഫങ്ഷനും റോളും എന്താന്നുള്ള അവിടെ ചെയ്യുന്നുണ്ട്. പ്രൈമർലി റിസീവ് സെൻസറി ഇൻപുട്ട് ഫ്രം ദ സ്പൈനൽ കോഡ്. It plays crucial role in regulating muscle tone and coordinating unconscious proprioception, knowing where your limbs without looking at them. ഏതാ ഇപ്പൊ നമുക്കൊരു പ്രൈമറിലി നമ്മൾ ഇവിടുന്ന് നമ്മളൊരു സ്പൈനൽ കോഡിന്ന് സെൻസറി, അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റിലും കാര്യങ്ങളിലൊക്കെ മേജർ ആയിട്ടുള്ള റോൾ ഉള്ളത്. അപ്പൊ അവിടുന്ന് ഇതിനെ ഇതാക്കിയിട്ട് ആ ഒരു പോസ്റ്ററിൽ ഇതിന് എന്ത് ചെയ്യുക, സെറിബെല്ലത്തിനെ കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൽ ആർക്കുണ്ട്, ആന്റീരിയർ ലോബിന് വലിയൊരു റോളുണ്ട്. പിന്നെ ഏതാ അവിടെ കറക്റ്റ് ആയിട്ട് ആരും മസിൽ ടോണും കാര്യങ്ങളും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള വേല് അതിനെ കോർഡിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ആരുടെ ഇതാണ്, നമ്മൾ ആന്റീരിയർ ലോബിന്റെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നോയിങ് വേർ യുവർ ലിംസ് ആർ വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദം, ഏതാ നമ്മളെ ഈ ഒരു കയ്യും കാലൊക്കെ നമുക്ക് ലുക്ക് ചെയ്യാണ്ട് തന്നെ അത് ഏതൊരു ഏരിയയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതാക്കുന്നത് എന്നുള്ള ഏരിയയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then the next one is posterior lobe. This is the largest part of the cerebellum situated between primary and posterior lateral fissures. ഏതാ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ട് കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് എന്ത് നമ്മളൊരു പോസ്റ്റീരിയർ ലോബ് എന്ന് പറയുന്നത് വരുന്നത്. ദിസ് ഈസ് എ ലാർജർ പാർട്ട് ഓഫ്, ഏറ്റവും വലിയ പാർട്ട് നമ്മൾ കണ്ടല്ലോ, മറ്റേ ആന്റീരിയർ ലോബിനേക്കാളും വലുതായിട്ടുള്ള. ആന്റീരിയർ ഭയങ്കര ചെറുതാ, പിന്നെ ഫോക്കോ ലോണാഡുലാർ ഏതാ അത്രയും ഒരു മൈന്യൂട്ട് ഭാഗമേ ഉള്ളൂ. ഇപ്പൊ പോസ്റ്റീരിയർ ലോബാണ് എന്ത് ഇതിന്റെ ഏറ്റവും വലിയ മേജർ ആയിട്ടുള്ള ഭാഗം. അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഹാസ് എക്സ്റ്റെൻസീവ് കണക്ഷൻ വിത്ത് ദ സെറിബ്രൽ കോർട്ടെക്സ്, ഏതാ സെറിബ്രൽ കോർട്ടെക്സ് ആയിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും അവിടെ ഉണ്ട്. ആന്റീരിയർ ലോബിനെ നമ്മൾ മെയിൻറ്റെയിൻ സ്ക്രൂ എന്നാണ് പറഞ്ഞിരുന്നത്. ദെൻ ഇതിന്റെ ഒരു ഇതെന്താ, പോസ്റ്റീരിയർ ലോബിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ് ദ പ്രൊജക്ട് മാനേജർ ഫോർ വോളണ്ടറി മൂവ്മെന്റ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് കോംപ്ലക്സ് സീക്വൻസ് ഓഫ് മോഷൻ ലൈക്ക് ടൈപ്പിംഗ് ഓർ പ്ലേയിങ് എ പിയാനോ ആർ സ്മൂത്ത് ആൻഡ് പ്രിസൈസ്. ഏറ്റവും വലിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വോളണ്ടറി മൂവ്മെന്റിന്റെ കാര്യങ്ങളെ സ്മൂത്ത് ആക്കുക, ആ സീക്വൻസും മോഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കുക. അപ്പൊ ഏതാ നമ്മളൊരു ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യേ അല്ലെങ്കിൽ പിയാനോയിലും കാര്യങ്ങളിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ തന്നെ അവിടെ എന്താ, അവിടെ ഒരു സംതിങ് എക്സെപ്ഷണൽ ആയിട്ട് നമുക്ക് ആ ലേണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു കാര്യത്തിന് ആ ഒരു അപ്ലിക്കേഷനിൽ എന്താ നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ ലോബിന് വലിയൊരു റോൾ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ആ മോഷൻസിനെ, ആന്റീരിയർ ലോബ് എന്താന്ന് വെച്ചാൽ നമ്മളെ സ്പൈനൽ കോഡിൽ നിന്ന് ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്തു. ദെൻ ഈ ഒരു പോസ്റ്റീരിയർ ലോബിൽ എന്താ അതിനെ കറക്റ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ മോഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ എന്ത് ഇതിനെ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ പോസ്റ്റീരിയർ ലോബിന്റെ മേജർ ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് വൺ, ഫ്ലോക്കോ ലോണോഡുലാർ ലോബ്. നമ്മുടെ കുറച്ച് ടഫസ്റ്റ്, മേ ബി എനിക്ക് പറയാൻ ടഫസ്റ്റ് ആയി തോന്നുന്നതെന്ന് അറിയില്ല, നിങ്ങൾക്ക് മേ ബി ഈസി ആയിരിക്കും. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് എവല്യൂഷണറി ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ cerebellum tucked away on the inferior surface. കണ്ട നമ്മളവിടെ ഒരു ബ്ലൂ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഫീരിയർ സർഫസിൽ ഭയങ്കര മൈന്യൂട്ട്. ഇപ്പൊ സെറിബെല്ലം നമ്മളെ ബ്രെയിനിൽ എത്ര ചെറുതാന്ന് പറഞ്ഞല്ലേ, അതിനേക്കാൾ ചെറുതായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. നമുക്ക് ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദ വെസ്റ്റിബുലർ സിസ്റ്റം, ദ ഇന്നർ ഇയർ. നമ്മളെ ഇന്നർ ഇയറിന്റെ വെസ്റ്റിബുലർ സിസ്റ്റം അതാണ് പറയുക. 6 ഭാഗത്തിനായിട്ട്
ക്ലോസ്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. ഇറ്റ് ഫോക്കസ് ആൾമോസ്റ്റ് എൻറ്റയർലി ഓൺ ബാലൻസ്, ഇക്വിലിബ്രിയം ആൻഡ് ഐ മൊമെന്റ്. എഗെയിൻ സെറിബെല്ലം പോലെ തന്നെ സിമ്പിൾ ബട്ട് പവർഫുൾ. നമ്മൾ ഇക്വിലിബ്രിയം, ഇയർ ബാലൻസും അതുപോലെ തന്നെ ഏതാ നമ്മൾ ഐ മൊമെന്റ്സ്, കണ്ണിന്റെ ചലനം കണ്ടോ, മൈന്യൂട്ട് ചെറിയ ഏരിയയാണ്, എന്നാൽ കൂടി അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നോക്കുമ്പോൾ കുറച്ചധികം ടഫസ്റ്റ് ആയിട്ടുള്ളതാ. ഇഫ് യു ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺ ലെഗ് ഓർ ട്രാക്ക് എ മൂവിങ് ഒബ്ജക്ട് വിത്ത് യുവർ ഐസ്, താങ്ക് ദിസ് ലോ. ഏതാ നമ്മളൊരു വൺ ലെഗില് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിലോ, പിന്നെ ഏതാ ഒരു ഒബ്ജക്റ്റിനെ നമ്മളെ ഐസായിട്ട് മൂവ്മെന്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതാ നമ്മളുടെ ഈ ഒരു ലോബ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെറിയ ഏരിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതാണ് ഇപ്പോ പല ആൾക്കാരിലും നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉള്ളതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ MRI, CT സ്കാൻ, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര മൈന്യൂട്ട് കാര്യത്തിന് ഇതൊക്കെ വേണമെന്നുള്ളത്. പക്ഷെ ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡന്റ് നമ്മൾ ഫിസിയോളജിയും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക ബ്രെയിനിന്റെ ഓരോ ഏരിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ഏകദേശം എത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ മേജറായിട്ട് വരുന്നുണ്ടാവുക. സോ നമുക്ക് നെക്സ്റ്റ് വൺ അവിടെ നോക്കാം. ഏതായിരുന്നു? ദ ഡിവൈഡിങ് ഫിഷേഴ്സ്. ഏതാ നമ്മളെ തിങ്ക് ഓഫ് ദീസ് ആസ് ദ ബോർഡർ കൺട്രോൾ ബിറ്റ്വീൻ ദ ഫങ്ഷണൽ സോൺസ്. ഏതാ നമ്മൾ ഈ ഒരു ഫങ്ഷണൽ സോൺസിന്റെ ഒരു ബോർഡർ കൺട്രോളാണ് ഈ ഒരു ഫിഷേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതെന്താന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പ്രൈമറി ഫിഷർ, എ വി ഷേപ്ഡ് ഗ്രൂവ് ഓൺ ദ പോസ്റ്റീരിയർ സർഫസ് ദാറ്റ് സെപ്പറേറ്റ്സ് ആന്റീരിയർ ലോബ് ഫ്രം ദ പോസ്റ്റീരിയർ ലോബ്. ഏതാ നമ്മളെ പ്രൈമറി ഫിഷർ എന്ന് പറയുന്നത് ഒരു വി ഷേപ്ഡ്, കണ്ടോ ഈ ഒരു ഭാഗം, ഈ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാണ്, നമ്മൾ ആന്റീരിയർ ലോബിനെ പോസ്റ്റീരിയർ ലോബിന്ന് ഇതാക്കുന്നു എന്നുള്ളത് കണ്ടോ. കറക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വി ഷേപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഏതാണ് പോസ്റ്ററോലാറ്ററൽ ഫിഷർ. ദ ഡീപ് ഗ്രോവ് സെപ്പറേറ്റ്സ് ദ പോസ്റ്റീരിയർ ലോബ് ഫ്രം ദ പോക്കോണ്ടൽ ലോബ്. നമ്മൾ ഈ പറയുന്ന ഒരു ഏരിയ, ഈ ഒരു പോർഷൻ, അതിനാണ് നമ്മൾ പോസ്റ്റോ ലാറ്ററൽ ലോബ് എന്ന് പറയുന്നത്, പോസ്റ്റീരിയോ ലാറ്ററൽ ഫിഷർ എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു മാത്രമാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവം തന്നെയായിരുന്നു, നമുക്ക് നേരത്തെ മനസ്സിലായതാ. ദെൻ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടേബിൾസും പിക്ചേഴ്സും ഒക്കെ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ 3 ലോബുകൾ പറയുന്നുണ്ട്, അതിന്റെ ലൊക്കേഷനും പ്രൈമറി ഫംഗ്ഷൻ. ആന്റീരിയർ ലോബ് എന്താ സുപ്പീരിയർ പ്രൈമറി ഫിഷറിലാണ്. ദെൻ മസിൽ ടോൺ ആൻഡ് പ്രോപ്രിസെപ്ഷൻ. ഏതാ നമ്മളെ മസിൽ ടോണും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ആന്റീരിയർ ലോബിന്റെ കാര്യം. പ്ലസ് സ്പൈനൽ കോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സെൻസറി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ ബിറ്റ്വീൻ ദ ടു ഫിഷേഴ്സ്, രണ്ട് ഫിഷേഴ്സിന്റെയും നടുവിലായിട്ട് വരുന്നതാണ് പോസ്റ്റീരിയർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കോർഡിനേഷൻ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്, നമ്മളെ വോളണ്ടറി മൂവ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, പിന്നെ ഏറ്റവും വലിയൊരു ഏരിയയും കൂടിയാണ്. ദെൻ ഫ്ലോക്കോലോണോഡുലാർ ഇതാ ഇൻഫീരിയർ ടു പോസ്റ്റോലാറ്ററൽ ഫിഷർ, ബാലൻസ് ആൻഡ് ഐ മൂവ്മെന്റ്സ്, ബാലൻസിങ്ങും ഐ മൂവ്മെന്റ്സും അതുപോലെ ഏതാ കാര്യങ്ങളൊക്കെയാണ് മേജർ ആയിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കുറച്ചുകൂടി ഇതാക്കേണ്ട ആ മോഷൻസും കാര്യങ്ങളും കറക്റ്റ് ആക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പിയാനോന്റെയും ബാക്കിയുള്ള കാര്യത്തിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറയുന്നത് അതിന്റെ സോൺസിനെ പറ്റിയിട്ട്. ഈ ഒരു അനാട്ടമിയിൽ സെറിബെല്ലത്തിന്റെ സോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദർ ആർ 3 സെറിബെല്ലാർ സോൺസ്. മേജർ ആയിട്ട് 3 സെറിബെല്ലാർ സോൺസ് ആണ് അവിടെ വരുന്നത്. ദ മിഡിൽ ലൈൻ ഓഫ് ദ സെറിബെല്ലം ഇസ് ദ വെർമിസ്. വെർമിസ് ആണ് എന്ത് അതിന്റെ മിഡിൽ ലൈൻ ആയിട്ട് വരുന്നത്. എയ്തർ ദ സൈഡ് ഓഫ് വെർമിസ് ഈസ് ദ ഇന്റർമീഡിയറ്റ് സോൺ. ഏതാ വെർമിസിന്റെ എയ്തർ സൈഡ് ഏതാ ഇന്റർമീഡിയറ്റ് സോൺ ആണ്. ലാറ്ററൽ ടു ദ ഇന്റർമീഡിയറ്റ് സോൺ ആർ ദ ലാറ്ററൽ ഹെമിസ്ഫിയർ. പിന്നെന്താ അതിന്റെ ലാറ്ററൽ ഏരിയ വരുന്നത് ഏതാ, ലാറ്ററൽ ആയിട്ട് വരുന്നതിന് ലാറ്ററൽ ഹെമിസ്ഫിയർ എന്നും പറയുന്നത്. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ഗ്രോസ് സ്ട്രക്ചർ ബിറ്റ്വീൻ ദ ലാറ്ററൽ ഹെമിസ്ഫിയർ ആൻഡ് ഇന്റർമീഡിയറ്റ് സ്റ്റോൺസ്. ഏതാ നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റോൺസും ലാറ്ററൽ ഹെമിസ്ഫിയറും കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്.
ഇതാ കണ്ടോ, ഏകദേശം ഈ ഒരു ഏരിയയിൽ ചെറിയ മീൻസ് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടി ഏകദേശം ഒരു ഒരേ സ്ട്രക്ചർ പോലെയാണ് അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ഈസ് വെർമിസ് എന്താന്നുള്ളത് നോക്കാം.